ഈ ഘട്ടത്തിൽ സുജു ടി ബാബു ബാല്യവുമുണ്ട്, കൗമാരവുമുണ്ട്, യൗവനവുമുണ്ട്, യൗവനം പിന്നിട്ട വാർദ്ധക്യവുമുണ്ട്. അങ്ങനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങളും തെരുവിലാണ് സുജു ടി ബാബു. അതാണ് കേരളത്തിൻ്റെ പരിച്ഛേദമായി ഇന്ന് നാം പാതയോരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കരുവാറ്റയിൽ നിന്ന് അടുത്തത് തോട്ടപ്പള്ളി അല്ലേ? അജംഷാദ, ഇതാണ് കാണേണ്ട ദൃശ്യങ്ങളാണ്. അനശ്വരമാക്കിയ പ്രിയ സഖാവേ, ഇല്ല ഇല്ല മരിക്കുന്നില്ല. അച്ഛമാമെ കാണാൻ വിഎസിനെ കാണാൻ വേണ്ടി കാത്തു നിർത്തുകയാണല്ലേ? വലിയ ആഗ്രഹമാണോ വിഎസിനെ കാണുന്നത്? ഞങ്ങളുടെ അപ്പൂപ്പ മരിച്ചിട്ടില്ല. ഞങ്ങളുടെ അപ്പൂപ്പ മരിച്ചിട്ടില്ല. വിഎസ് അപ്പൂപ്പൻ മരിച്ചിട്ടില്ലെന്നാണ് കുട്ടികൾ പറഞ്ഞത്. കൊച്ചുകുട്ടികളുടെ മറ്റൊരു കാര്യം അജംഷാദ് നോക്കേണ്ടത്, ഇവിടെ കാണേണ്ട ദൃശ്യം എന്ന് പറഞ്ഞാൽ വാരിക്കുന്തം പിടിച്ചു നിൽക്കുന്ന വിഎസിന്റെ പുന്നപ്രയുടെയും വയലാറിന്റെയും സമരായുധമായിരുന്നു വാരിക്കുന്തം. ആ വാരിക്കുന്തമാണ് ബാല്യകൗമാരത്തിലുള്ളവരും അതുപോലെ വൃദ്ധരുമെല്ലാം പിടിച്ചുകൊണ്ട് വിഎസിന് അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നത്. എന്താണ് നിങ്ങൾ വാരിക്കുന്തമായി നിൽക്കുന്നതിന് കാരണം? പുന്നപ്രയും അതിനോടൊപ്പം തന്നെ വിഎസിനെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് വാരിക്കുന്തം. അതുകൊണ്ട് തന്നെയാണ് ആ ധീരസഖാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഈ വാരിക്കുന്തം തന്നെ ഉയർത്തിക്കൊണ്ട് പുറക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്ക് ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. വാരിക്കുന്തമായിട്ടാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ? നമ്മുടെ ആയുധമാണ് വിഎസ്. നമ്മുടെ പറയാൻ വാക്കുകളില്ല. അദ്ദേഹത്തിന്റെ പ്രധാന ആയുധമായിരുന്നു ഇത്. നമുക്ക് സംസാരിക്കാനുള്ള ശക്തിയില്ല ഇപ്പൊ വിഎസിനെ പറ്റി പറയുമ്പോൾ. വിഎസിന്റെ വലിയ ആയുധമായിരുന്നു വാരിക്കുന്തം അല്ലേ? ഞങ്ങളുടെ പ്രിയ സഖാവാണ്. നെഞ്ചോട് ചേർത്ത് കർഷക തൊഴിലാളികളെ, കയർ തൊഴിലാളികളുടെ എല്ലാം കൂട്ടായ്മയായിരുന്നു. അവരോടൊപ്പം നിന്ന് അവരെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ സഖാവ് മരിച്ചിട്ടില്ല, ഞങ്ങളോടൊപ്പം എന്നും നിലനിൽക്കും. ഞങ്ങളുടെ പ്രിയ സഖാവാണ് കണ്ണേ കരളെ എന്ന് വിളിക്കുന്ന വിഎസ് സഖാവ്. കണ്ണേ കരളെ വിഎസ്, വിഎസിനായി മുദ്രാവാക്യം വിളിക്കുകയാണല്ലേ? ഒരു വിപ്ലവ സ്വരാതന വിഎസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക. എന്നും ഞങ്ങളെ ജീവിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങളുടെ സഖാവ്. വാരിക്കുന്തമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ വിഎസ് അങ്ങനെയായിരിക്കും അല്ലേ? ലോക വിപ്ലവകാരിയായിരുന്നു, ധീരനായിരുന്നു, ആരെയും അനുസരിക്കാത്ത വിപ്ലവകാരിയായിരുന്നു. സമൂഹത്തിൽ ആരെയും അനുസരിക്കാത്തൊരു വിപ്ലവകാരിയായിരുന്നു. ഈ ലോകത്ത് നമ്മൾ കൈപിടിച്ചിരിക്കുന്ന വാരിക്കുന്തം അല്ലേ? പുന്നപ്രയിലും വയലാറിലും സാധാരണ സഖാക്കളുടെ സമരായുധം പിടിച്ചുകൊണ്ടാണ് വിഎസിന് അന്തിമ ഉപചാരം അർപ്പിക്കാനായി നിൽക്കുന്നത് അല്ലേ? അതെ 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 ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഈ നാടിലെ മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ സഖാവ് പിടിച്ച വാരിക്കുന്തമാണ് ഞങ്ങൾക്കെന്നും മാതൃക. ഈ വാരിക്കുന്തം പിടിച്ചുകൊണ്ട് സഖാവ് നടത്തിയ വിപ്ലവ പോരാട്ടമാണ് ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ആവേശമായി അതിന് തായ്വേരിട്ട സമുന്നത നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായ നേതാവാണ് വിഎസ്. ആ വിഎസിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഇന്നലെ മുതൽ ഞങ്ങളെല്ലാവരും കാത്തു നിൽക്കുകയാണ്. അജിംഷാദ്, ഈ ദൃശ്യങ്ങൾ കുട്ടികൾ അവർ വിഎസ്, അവരുടെ അപ്പൂപ്പൻ വിഎസ് മരിച്ചില്ലെന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. കണ്ണേക്കരളെ വിഎസ് എന്ന് അവരും ഏറ്റുവിളിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നിശബ്ദമായി നിൽക്കാൻ? ബാല്യകൗമാരങ്ങൾ വിഎസിനായി വിളിക്കുകയാണ്. എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? സഖാവിനെ ഒന്ന് അവസാനമായി കാണാൻ കാത്തിരിക്കുന്നു. അതെ, സഖാവിന് അവസാനമായി നമ്മുടെ കേരളത്തിന്റെ നല്ലൊരു സമര പോരാളിയാണ്. ഈ കേരളത്തിന് മുന്നോട്ട് അയച്ച പ്രധാനപ്പെട്ട നേതാവാണ്. എല്ലാ ആളുകളും വിഎസിനായി കാത്തു നിൽക്കുക. പുറക്കാടും നൂറുകണക്കിന് ആളുകളാണ് വിഎസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. വാരിക്കുന്തമായിട്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. പുന്നപ്രയുടെയും വയലാറിലെയും സാധാരണക്കാര സഭാക്കളുടെ വീര്യം, ആ വീര്യമാണ് ഞങ്ങൾ ഇന്ന് വിഎസിന് കൊടുക്കുന്ന ആദരാഞ്ജലിയായിട്ട് കൊടുക്കുന്നത്. ഞങ്ങളുടെ വിഎസിന്, സഖാവ് വിഎസിന്. രക്തസാക്ഷികളുടെ മണ്ണാണ്. ആ രക്തസാക്ഷികളുടെ മണ്ണിൽ വാരിക്കുന്തമായി നിൽക്കുമ്പോൾ സഖാവ് വിഎസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരവാണ്. അതെ അതെ, ഏറ്റവും വലിയൊരു ആദരവാണ്. ഇത്രയും ഒരു ശക്തിമാനായ ഒരു നേതാവിനെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ശക്തനായ നേതാവ്, ആ നേതാവിന് അവർ ആദരം അറിയിക്കുകയാണ്. ഏറ്റവും വൈകാരികമായി, ഏറ്റവും വികാരഭരിതമായി തന്നെയാണ് അവരുടെ കാഴ്ച. അത്തരത്തിലാണ് അവരുടെ നീക്കം. വിഎസിനായി കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകളായി ആളുകൾ കാത്തു നിൽക്കുന്നു. പ്രിയപ്പെട്ട വിഎസിനായി നിങ്ങളും കാത്തു നിൽക്കുന്നില്ലേ? അതെ അതെ, കാത്തു നിൽക്കണം. ഞങ്ങളും ഇന്നലെ മുതൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടി വന്നാലേ? അല്ലല്ല, ഞാൻ അടുത്ത് തന്നെ ഉള്ളതാണ്.
മേഖലാ കമ്മിറ്റി മെമ്പറാണ്. നാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. അതെ, തീർച്ചയായിട്ടും ജനങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് ഇത്രയും അധികം. വാരിക്കുന്തമായിട്ടൊക്കെ നിൽക്കുകയാണ്. പോരാട്ട വീര്യമാണ്, വിപ്ലവത്തിന്റെ ഓർമ്മകളാണ് നിങ്ങളുടെ എല്ലാം മനസ്സിൽ വി എസിനെ പറ്റി. അതെ അതെ, പുന്നപ്പുറയുടെ പോരാളിയാണ്, ഞങ്ങളുടെ സഖാവാണ് വി എസ് അച്യുതാനന്ദൻ. ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല സഖാവിനെ. തീർച്ചയായിട്ടും അജിംഷാദ, അതാണ് ഈ നിൽക്കുന്ന ആളുകൾ സാക്ഷിയാണ്. അവരെങ്ങനെയാണ് പുന്നപ്പുറയും വയലാറിനെയും ഓർത്തെടുക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു. അത്രമേൽ പ്രിയപ്പെട്ടവനാണ് എല്ലാവർക്കും വി എസ് എന്നാണ് ഈ ദൃശ്യങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. അജിംഷാദ.